ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് റിക്രൂട്ട്മെന്റിന്റെ ഔദ്യോഗിക വിജ്ഞാപനം വന്നിട്ടുണ്ട്. 500 ഒഴിവുകളാണുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 20/5/2025, അതായത് മെയ് 20. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒഴിവുകൾ, ഗ്രേഡ്, ശമ്പളം, വേക്കൻസി എന്നിവ നോക്കാം. ആദ്യത്തേത് അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ്, ഗ്രേഡ് JMGS 1, ശമ്പളം 48,480 രൂപ മുതൽ 85,920 രൂപ വരെ. 250 ഒഴിവുകളാണ് ഉള്ളത്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ IT, ഗ്രേഡ് JMGS 1, ശമ്പളം 48,480 രൂപ മുതൽ 85,920 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം 250. അങ്ങനെ ആകെ 500 ഒഴിവുകളാണ് ഉള്ളത്. ഇനി ഒഴിവുകൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് SC 37, ST 18, OBC 67, EWS 25, UR ജനറൽ ഭാഗം 103, അങ്ങനെ ടോട്ടൽ 250 ഒഴിവുകളാണുള്ളത്. ഇനി PWBDയിലെ VIക്ക് 2, HIക്ക് 3, OCക്ക് 3, MODക്ക് 2. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ IT, SCക്ക് 37 ഒഴിവും, STക്ക് 18, OBCക്ക് 67, EWSന് 25, ജനറൽ വിഭാഗം URന് 103, അങ്ങനെ ടോട്ടൽ 250. ഇനി PWBDയില് VIക്ക് 2, HIക്ക് 3, OCക്ക് 3, MODക്ക് 2. ഇനി ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ് എന്നിവ നോക്കാം. പോസ്റ്റ് കോഡ് 01, നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് JMGS 1, പ്രായം 22 വയസ്സിനും 30 വയസ്സിനും മധ്യേ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാല ബിരുദം ആൻഡ് CA ഓർ CMA, അതായത് ICWA ഓർ CS ഓർ 60% മാർക്കോടുകൂടി MBA ഓർ MMS ഓർ PGDM ഓർ PGDBM ഇൻ ഫൈനാൻസ്. ഇനി SC ST OBC PWD വിഭാഗത്തിന് 55% മാർക്ക് മതിയാകും. ഇനി വർക്ക് എക്സ്പീരിയൻസ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ PSBS ഓർ BFSI. അടുത്ത പോസ്റ്റ് കോഡ് 02, അസിസ്റ്റന്റ് മാനേജർ IT JMGS 1, പ്രായപരിധി 22 വയസ്സിനും 30 വയസ്സിനും മധ്യേ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. BE ഓർ BTech ഓർ MCA ഓർ MSc IT ഓർ MS ഓർ MTech ഓർ 5-year integrated MTech degree in computer science engineering or IT or electronics and computer science or electronics and telecommunications or data science or machine learning and AI or cyber security. ഇനി ഡിസറബിൾ സർട്ടിഫിക്കേഷൻസ്, ക്ലൗഡ് സർട്ടിഫൈഡ് അഡ്മിനിസ്ട്രേറ്റർ. അടുത്തത് സർട്ടിഫൈഡ് ക്ലൗഡ് സെക്യൂരിറ്റി പ്രൊഫഷണൽ. അടുത്തത് സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ്. അടുത്തത് CEH ഓർ DISA ഓർ CISA ഓർ CISM ഓർ CRISC ഓർ CISSP. അടുത്തത് ഡാറ്റ അനാലിസിസ് സർട്ടിഫിക്കേഷൻസ് ലൈക്ക് ഗൂഗിൾ ഡാറ്റ അനാലിറ്റിക്സ് ആൻഡ് മൈക്രോസോഫ്റ്റ് പവർ BI. അടുത്തത് ഡാറ്റ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കേഷൻസ് ലൈക്ക് ഗൂഗിൾ ക്ലൗഡ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡാറ്റ എഞ്ചിനീയർ, AWS സർട്ടിഫൈഡ് ഡാറ്റ എഞ്ചിനീയർ. അടുത്തത് ഡാറ്റ സയൻസ് ഓർ ഡാറ്റ അനാലിറ്റിക്സ് ഓർ മെഷീൻ ലേണിംഗ് ഓർ SAS ഓർ പൈത്തൺ. അടുത്തത് സർട്ടിഫിക്കേഷൻ ഇൻ OCA ഓർ OCP ഓർ MSSQL ഡാറ്റാബേസ് ടെക്നോളജീസ്. അടുത്തത് API മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻസ് ലൈക്ക് API GEE, MuleSoft or equivalent. ഇനി എക്സ്പീരിയൻസ് നോക്കാം. മിനിമം 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ IT ഡൊമൈൻ ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്സ്. ഫസ്റ്റ് വൺ ക്ലൗഡ് ഓപ്പറേഷൻസ്, സെക്കൻഡ് വൺ DevSecOps ഓർ Kubernetes, നെക്സ്റ്റ് നെറ്റ്വർക്കിംഗ്, അടുത്തത് ഡാറ്റ അനാലിറ്റിക്സ്, അടുത്തത് ഡാറ്റ എഞ്ചിനീയറിംഗ്, അടുത്തത് സൈബർ സെക്യൂരിറ്റി ഓർ SOC അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഓർ സ്ക്രിപ്റ്റിംഗ്, ജനറൽ AI ഓർ മെഷീൻ ലേണിംഗ്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, നെക്സ്റ്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ, അടുത്തത് ഡേറ്റാ സെന്റർ ഓപ്പറേഷൻസ്, അടുത്തത് API ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ്. ഏജ് കട്ട് ഓഫ് ഡേറ്റ് 1/4/2025 ആണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള ഫോർമാറ്റ് പ്രകാരം തയ്യാറാക്കിയതായിരിക്കണം. ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC ST വിഭാഗങ്ങൾക്ക് 5 വർഷവും, അതർ ബാക്ക്വേർഡ് ക്ലാസ് അതായത് OBC നോൺ ക്രീമി ലെയറിന് 3 വർഷവും, അതുപോലെ തന്നെ PWBD വിഭാഗത്തിന് 10 വർഷവും, എക്സ് സർവീസ്മാൻമാർ, കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്നിവർക്ക് 5 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും.
ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും 3 വർഷം ബാങ്കിൽ സേവനമനുഷ്ഠിക്കണം. അല്ലാത്ത പക്ഷം 2.5 ലക്ഷം രൂപയുടെ ബോണ്ട് സമർപ്പിക്കേണ്ടതാണ്. ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത്. ഇനി ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷന്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് 1ഉം പാർട്ട് 2ഉമായിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. പാർട്ട് 1ല് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിന് 25 ക്വസ്റ്റ്യൻസും 25 മാർക്കാണ് അതിനുള്ളത്. കൂടാതെ റീസണിംഗ് എബിലിറ്റി ഉണ്ട്. 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 25 മാർക്കിന്റെ. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അടുത്തത്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 25 മാർക്കിന്റെ. അങ്ങനെ പാർട്ട് 1ന് 75 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും ഉള്ളത്. ഇനി പാർട്ട് 2 പ്രൊഫഷണൽ നോളജ് റിലവന്റ് ടു ദി പോസ്റ്റ്. അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 75 ആണ്. 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. സമയം 75 മിനിറ്റ് ആണ്. അങ്ങനെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 150ഉം ടോട്ടൽ മാർക്സ് 225ഉമാണ്. ഡ്യൂറേഷൻ വരുന്നത്, അതായത് സമയം വരുന്നത് 2.5 മണിക്കൂറാണ്. എക്സാമിനേഷൻ പറ്റിയുള്ള ഡീറ്റെയിൽസും കോൾ ലെറ്റേഴ്സും യൂണിയൻ ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.unionbankofindia.co.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലായിരിക്കും. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.unionbankofindia.co.in. ആദ്യം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആണ്. അടുത്ത ഘട്ടം പേയ്മെന്റ് ഓഫ് ഫീസ് ആണ്. അടുത്തതായിട്ട് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇത്രയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം, അതായത് ഫോർമാറ്റ്, സൈസ് ഇവയെല്ലാം നോട്ടിഫിക്കേഷന്റെ അനെക്സർ 1ൽ നൽകിയിട്ടുണ്ട്. എല്ലാം നന്നായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി നോക്കാം. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1180 രൂപയാണ്. SC, ST, PWBD കാൻഡിഡേറ്റ്സിന് 177 രൂപ മാത്രമേ ആപ്ലിക്കേഷൻ ഫീസായി വരുന്നുള്ളൂ. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത്. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.